നെക്സ്റ്റ് നമ്മൾ പഠിക്കുന്നത് ഈഫ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. സിമ്പിൾ ഈഫ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. സോ ഈഫ് സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ ചെയ്യുന്നത് നമ്മളൊരു കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നു. ആ കണ്ടീഷൻ ശരിയാണെങ്കിൽ നമ്മളൊരു റിസൾട്ട് കൊടുക്കുന്നു. സോ ഇതാണ് സിമ്പിൾ ഈഫ് സ്റ്റേറ്റ്മെൻറ്റ്. സോ നമുക്കതെങ്ങനെ ക്രിയേറ്റ് ചെയ്യാമെന്ന് നോക്കാം. സോ ഞാനിവിടെ num1 എന്ന് പറയുന്ന ഒരു വേരിയബിൾ ഡിക്ലെയർ ചെയ്തു. ശേഷം നമ്മൾ പ്രിൻ്റ് ഓഫ് ഉപയോഗിച്ച് എൻ്റർ യുവർ നമ്പർ എന്ന് പറയുന്ന ഒരു മെസ്സേജ് പ്രിൻറ്റ് ചെയ്യുന്നു. സോ നമ്മൾ എൻ്റർ ചെയ്യുന്ന നമ്പർ ഞാൻ സ്കാൻഎഫ് ഉപയോഗിച്ച് num1 എന്ന് പറയുന്ന ഈ വേരിയബിളിലോട്ട് സ്റ്റോർ ചെയ്യുന്നു. സോ ഇനി നമുക്ക് ഈ num1 എന്ന് പറയുന്ന ഈ സംഖ്യ 0-നേക്കാളും കൂടുതലാണോ എന്ന് ചെക്ക് ചെയ്യുന്നു. ആണെങ്കിൽ നമ്മൾ അത് പോസിറ്റീവ് നമ്പർ എന്ന് നമ്മൾ മെസ്സേജ് പ്രിൻറ്റ് ചെയ്യുന്നു. സോ നമ്മൾ ഈഫ് ഇതാണ് ഈ ഈഫിൻ്റെ ഒരു സ്ട്രക്ചർ എന്ന് പറയുന്നത്. നമ്മൾ ഈഫ് എന്ന് എഴുതിയിട്ട് നമ്മൾ പാരന്തസിസ് അല്ലെങ്കിൽ റൗണ്ട് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക. സോ ഇതിൻ്റെ ഉള്ളിലാണ് നമ്മൾ കണ്ടീഷൻ കൊടുക്കേണ്ടത്. സോ നമ്മൾ num1 > 0 എന്ന് കൊടുക്കുന്നു. സോ num1 എന്ന് പറയുന്നത് > 0 എന്ന് നമ്മളിവിടെ ചെക്ക് ചെയ്യുന്നു. ആണെങ്കിൽ നമ്മളിവിടെ അതിൻ്റെ റിസൾട്ട് കൊടുക്കുന്നു. സോ num1 > 0 ആണെങ്കിൽ നമുക്ക് വേണ്ട റിസൾട്ട് എന്ന് പറയുന്നത് നമുക്കൊരു മെസ്സേജ് പ്രിൻറ്റ് ചെയ്യണം. ദിസ് ഈസ് എ പോസിറ്റീവ് നമ്പർ എന്ന്. സോ ഞാനിവിടെ പ്രിൻ്റ് ഓഫ് സോ ഇതുപോലെ എൻ്റർ ചെയ്യുന്നു. നമ്മൾ ഈഫ് റൗണ്ട് ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ നമ്മുടെ കണ്ടീഷൻ, പിന്നെ നമ്മൾ കർലി ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തതിന് ശേഷം നമ്മുടെ റിസൾട്ട് എന്നിങ്ങനെയാണ് കൊടുക്കേണ്ടത്. ഇതാണ് ഈഫിൻ്റെ ഒരു സ്ട്രക്ചർ എന്ന് പറയുന്നത്. സോ നമുക്കിത് റൺ ചെയ്ത് നോക്കാം. ഞാനിവിടെ 10 എന്ന് എൻ്റർ ചെയ്യുന്നു. അത് 0-ത്തേക്കാളും കൂടിയ ഒരു നമ്പറാണ്. സോ എനിക്ക് കിട്ടുന്ന റിസൾട്ട് ദിസ് ഈസ് പോസിറ്റീവ് നമ്പർ എന്ന് നമുക്ക് കിട്ടുന്നു. സീസെ എന്നാക്കാം. സോ ഇനി ഞാൻ -2 എന്ന് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു റിസൾട്ടും വരുന്നതായിരിക്കും. നമ്മുടെ പ്രോഗ്രാം റിസൾട്ടൊന്നുമില്ലാതെ ടെർമിനേറ്റ് ആവുന്നതാണ്. കാരണം നമ്മളിവിടെ കൊടുത്തത് നമ്മുടെ കണ്ടീഷൻ ശരിയാണെങ്കിൽ മാത്രം ഒരു റിസൾട്ടാണ് കൊടുത്തത്. തെറ്റാണെങ്കിൽ എന്താണെന്നുള്ളത് നമ്മൾ കൊടുത്തിട്ടില്ല. സോ അങ്ങനെ നമുക്കൊരു 2 റിസൾട്ട് വേണമെങ്കിൽ, അതായത് കണ്ടീഷൻ ശരിയാണെങ്കിൽ ഒരു റിസൾട്ട്, തെറ്റാണെങ്കിൽ വേറൊരു റിസൾട്ട്. സോ നമ്മളിവിടെ കണ്ടീഷൻ ശരിയാണെങ്കിൽ ദിസ് ഈസ് എ പോസിറ്റീവ് നമ്പർ എന്ന റിസൾട്ട്, അല്ലെങ്കിൽ അതിന് നമ്മൾ ഈഫ് എൽസ് എന്ന് പറയുന്ന സ്റ്റേറ്റ്മെൻറ്റാണ് ഉപയോഗിക്കുന്നത്. സോ നമ്മളിവിടെ എൽസ് എന്ന് എൻ്റർ ചെയ്ത ശേഷം ഇതുപോലെ കർലി ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക. ഇതിനുള്ളിൽ നമ്മൾ നമ്മുടെ അടുത്ത റിസൾട്ട് എൻ്റർ ചെയ്യുന്നു. സോ > 0 അല്ലെങ്കിൽ നമുക്ക് 2 ചാൻസ് ആണുള്ളത്. ഒന്നുകിൽ അത് 0 ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു നെഗറ്റീവ് നമ്പർ ആയിരിക്കാം. -or 0. സോ ഇവിടെ ഈഫ് എൽസ് കണ്ടീഷനിൽ ഈഫ് നമ്പർ > 0 ആണെന്ന് ചെക്ക് ചെയ്യുന്നു. ആണെങ്കിൽ നമ്മൾ ദിസ് ഈസ് എ പോസിറ്റീവ് നമ്പർ എന്ന് എൻ്റർ റിസൾട്ട് കിട്ടുന്നു. അല്ലെങ്കിൽ നമ്മൾ എൽസ് ഉപയോഗിച്ച് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് നമ്മൾ -or 0 എന്നുള്ള റിസൾട്ട് കൊടുക്കുന്നു. അതായത് 0-ൽ കൂടുതൽ അല്ലെങ്കിൽ അത് 0 അല്ലെങ്കിൽ നെഗറ്റീവ് നമ്പറോ ആവാനാണ് സാധ്യത. സോ നമ്മളിത് റൺ ചെയ്ത് നോക്കാം. ആദ്യമായി ഞാൻ 5 എൻ്റർ ചെയ്യുന്നു. ദിസ് ഈസ് എ പോസിറ്റീവ് നമ്പർ. സോ ഞാൻ ഒന്നുകൂടി റൺ ചെയ്യുന്നു. ഞാൻ -7 എൻ്റർ ചെയ്യുന്നു. സോ നമുക്കിവിടെ കാണാം -or 0 എന്നുള്ള റിസൾട്ടാണ് നമുക്ക് വന്നത്. സോ ഞാനിവിടെ ഇനി 0 എൻ്റർ ചെയ്യുന്നു. അപ്പോൾ എനിക്ക് -or 0 എന്ന് പറയുന്ന റിസൾട്ട് വരുന്നു. സോ ഈ ഒരു രീതിയിലാണ് ഈഫ് എൽസ് എന്ന് പറയുന്ന സ്റ്റേറ്റ്മെൻറ്റ് വർക്ക് ചെയ്യുന്നത്.